മികച്ച ജനപ്രിയ ഗായിക ഡോക്ടർ വിജയലക്ഷ്മി. ന്യൂ ഇയർ ഒക്കെ പുതിയ സിനിമ ഏതാണ്? എന്തിനായിരുന്നു അവാർഡ്? മീഡിയ സീരിയൽ സിനിമ രംഗത്ത്. സിനിമയിൽ പാടുന്നതിന് മുമ്പ് തന്നെ 2009 മുതലൊക്കെ അപ്ഡേറ്റ്സ് ഉടനെ പുറകിൽ വരും. സർപ്രൈസ്. ശരി, എന്നാ വിളിക്കാം. ശരി. പ്രൊജക്റ്റ് അപ്പം പ്രൊജക്റ്റൊന്നും ഉടനെ അറിയിക്കാം. തൽക്കാലം ഈ ഇപ്പോൾ ഒരു സീരിയലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് മാത്രമേ ഉള്ളൂ. പറയുന്നില്ല തൽക്കാലം. അപ്ഡേറ്റ്സ് കിട്ടിയില്ലേ? സീരിയൽ ചെയ്യുന്നതിൻ്റെ വസുധ എന്ന് പറഞ്ഞിട്ട് കൗമുദിയിൽ. അതാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ്. കോസ്റ്റ്യൂം ഞാൻ തന്നെയാണ് സ്റ്റൈൽ ചെയ്തത്, ഞാൻ തന്നെയാണ്. അതും എൻ്റെ ഡിസൈൻ തന്നെയായിരുന്നു, ഞാൻ തന്നെയായിരുന്നു പ്ലാൻ ചെയ്തത്. അതിവിടെ വർക്കലയാണ്, പക്ഷേ ഞാൻ അത് ഇട്ട സമയത്ത് ദുബായിലായിരുന്നു. കൊണ്ടിട്ട് അപ്ഡേഷൻ വന്നത് ദുബായിലായിരുന്നു, പക്ഷേ ദുബായിലല്ല, അത് വർക്കലയാണ്. ബിഗ് ബോസിന് ശേഷമുള്ള മാറ്റങ്ങൾ എന്താണ്? ഇപ്പോൾ ആൾക്കാർക്ക് തിരിച്ചറിഞ്ഞു തുടങ്ങി അല്ലേ? കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. ഞാനൊരു കുറച്ചൊരു ഗ്യാപ്പ് വന്നിരുന്നു. ഞാൻ ദുബായിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വീണ്ടും വന്നിട്ട് ഇങ്ങനെ കരിയർ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. പുതിയ സിനിമയൊക്കെ പ്രതീക്ഷിക്കാം. ഷുവറായിട്ടും. മാഡത്തിൻ്റെ സ്ഥലം എവിടെയായിരുന്നു? എൻ്റെ പ്രോപ്പർ വെഞ്ഞാറമൂടാണ്. ഇപ്പോൾ ട്രിവാൻഡ്രമാണ്. ഓക്കെ, ട്രിവാൻഡ്രമാണ്. ഇപ്പോൾ താമസിക്കുന്നത് ഇവിടെ ആലങ്കോടാണ്. ഓക്കെ അല്ലേ? ശരി എന്നാൽ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. ആശയത്തിന്റെ സൃഷ്ടാവ് പരിപാടിയുടെ അവതാരകരുമായ ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ GS പണ്ഡിറ്റ് മത്സരാർത്ഥികളെ എത്തിച്ചുകൊണ്ടുള്ള അസാമാന്യകരണം പാണ്ഡിത്യവും കൊണ്ട് ജനശ്രദ്ധ നേടി ജൈത്രയാത്ര തുടങ്ങുന്ന പ്രോഗ്രാമായ അശ്വമേധം. ടെലിവിഷൻ രംഗത്തെ ഉജ്ജ്വല അവതാരകൻ കലാഭവൻമണി സേവന സമിതി ദൃശ്യമാധ്യമ പുരസ്കാരം 2025 മികച്ച ജനപ്രിയ അവതാരകൻ അശ്വമേധം പുരസ്കാരം സ്വീകരിക്കുന്നതിലേക്കായി ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ GS പണ്ഡിറ്റ് 2025 അവാർഡ് മേഖലയുടെ വേദിയിലേക്ക് സ്നേഹസ്വാഗതം. മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ ആ ജനപ്രിയ കലാകാരനെ ഒരുപക്ഷെ ഒരു മൈക്ക് മുന്നിലൊരു പുരുഷാരവും ഉണ്ട് എങ്കിൽ ഒരു നാടിനെ മുഴുവൻ ആശയപരമായും ആനന്ദധാരയിലും ഇളക്കി മറിക്കുവാൻ കഴിഞ്ഞിരുന്ന കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ കലാകാരനെ ആദരവോടെ സ്മരിച്ചുകൊണ്ട് കലാഭവൻ മണി സ്മാരക സമിതി നൽകിയ ഈ പുരസ്കാരത്തിന് ഈ ഞാൻ നീ എന്ന വാക്കുകൾ അശുദ്ധമാണെന്നും നമ്മൾ എന്ന വാക്ക് മാത്രമാണ് ശരിയെന്നും പഠിപ്പിച്ച പ്രതിഭയുടെ പേരിലുള്ള പുരസ്കാരമായി കരുതി സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. മികച്ച സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രോഗ്രാമിന്റെ അവതാരകൻ പ്രോഗ്രാം സ്റ്റേറ്റ് മാസ്റ്റർ ബാബ സുരേഷ് കലാഭവൻ മണി പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി
വാർത്തകളെ വീട്ടിൽ വിരിയിച്ച് കാപ്പിൽ വിട്ടതിന്റെ റെക്കോർഡ് വാവാ സുരേഷൻ മാത്രം അവകാശപ്പെട്ടതാണ്. 2019 സംസ്ഥാന ടെലിവിഷൻ അവാർഡ്, 2013 MP മാധവൻപിള്ള ഫൗണ്ടേഷന്റെ പ്രകൃതി സംരക്ഷണ അവാർഡ്, നിരവധി ടെലിവിഷൻ അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. കലാഭവൻ സേവന സമിതി ദൃശ്യമാധ്യമ പുരസ്കാരം 2025 മികച്ച സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രോഗ്രാമിന്റെ അവതാരകൻ സ്നേഹ് മാസ്റ്റർ ബാബ സുരേഷൻ പുരസ്കാരം സ്വീകരിക്കുന്നതിലേക്ക് നവംബർ 2025 അവാർഡിലേക്കുള്ള വേദിയിലേക്ക് സ്നേഹസ്വാഗതം. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരൻ മണിച്ചേട്ടൻ്റെ പേരിൽ ഇങ്ങനെ ആദരവിനും എന്നെ തീരുമാനിച്ചതിലും എന്നെ തെരഞ്ഞെടുത്തതിൽ നന്ദി അറിയിക്കുന്നു. എല്ലാ അവാർഡുകളും എല്ലാ വ്യക്തിത്വങ്ങളും എല്ലാവിധ നന്മയും എല്ലാവർക്കും എന്താ പ്രത്യേകിച്ച് വാക്കുകൾ പറയാനില്ല. ഇവിടെ അവാർഡ് കൊടുക്കുന്നവരെല്ലാവരും മികച്ചവർ തന്നെയാണ്. എല്ലാവർക്കും എല്ലാ ആത്മമാത്രം ഉണ്ടാവട്ടെ. എത്രയും നേരം ഈ വേദിയിൽ ഇങ്ങനെ എല്ലാവർക്കും അവാർഡ് കൊടുക്കണമെങ്കിൽ നമ്മുടെ എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി. എല്ലാവർക്കും നന്ദി നമ്മുടെ വർഷങ്ങൾ വരുന്നുകൊണ്ട് പ്രത്യേകിച്ച് മണിമുഖത്തിന് പ്രത്യേകിച്ച് നന്ദി. കാരണം ഞാൻ പല സ്ഥലത്തും സഞ്ചരിക്കുമ്പോൾ കാണാറുണ്ട് നിങ്ങളുടെ കഷ്ടപ്പാടുകളും വഴികളും കാരണങ്ങളും കാണാറുണ്ട്. അതുകൊണ്ട് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും വരുന്ന ആളുകൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്മ മാത്രമേ നന്ദി നമസ്കരിക്കും. സോഷ്യൽ മീഡിയയിലൂടെ ആഗ്രഹിച്ച് കാണുമെന്ന് വിചാരിച്ച ആളാണ്. സന്തോഷം. കലാഭവൻ ദൃശ്യമാധ്യമ പുരസ്കാരം 2025 നവംബർ 2025 അടുത്ത പുരസ്കാരം സ്വീകരിക്കുന്നത് സുനിത സുനിൽ. സുനിത സുനിലിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. PRO സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അശ്വതി, അതായത് ചന്ദ്രയും സുനിയും കൂടി വന്നാണ് അവാർഡ് മേടിച്ചത്. ഇപ്രാവശ്യം സുനിയനെ മാത്രമേ ഉള്ളൂ. ചന്ദ്രി പിണങ്ങി പോയിട്ടില്ല, ചന്ദ്രയ്ക്ക് കിട്ടിയില്ല. ഒരുപാട് സന്തോഷമുണ്ട്. മനുഷ്യരുടെ അവാർഡ് രണ്ടാമത് പ്രാവശ്യം വന്ന് ഈ വേദിയിൽ നിന്ന് മേടിക്കാൻ അവസരം ഉണ്ടായിരിക്കുന്ന അജിനും എൻ്റെ സംഘാടക സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വീടിനകത്ത് ഒരു പ്രോഗ്രാമുണ്ട്, കടപ്പുറത്താണ് പരിപാടി. 10 മണിക്ക് ശേഷം എക്സാക്ഷൻ ഇല്ല, സമയത്തിൽ ചെന്നിലേക്ക് പിന്നെ അടുത്ത വർഷം അവാർഡ് മേടിക്കാൻ കാണുന്നത്. ഇവിടെ നല്ല ഒരുപാട് സന്തോഷം.
അടുത്ത വർഷത്തിലുള്ള പരിപാടികളൊക്കെ നമ്മളെ കണ്ടിട്ട് നമ്മൾ കഴിഞ്ഞാൽ പിന്നെ അതോടൊപ്പം തന്നെ ഇത് ഈ വർഷം മേടിക്കാനായിട്ട് ഒരുപാട് അവസരം അല്ലെങ്കിൽ ഇതിനൊരു കാരണഭൂതം എന്ന് പറയാൻ അമൃത ടി വി കോമഡി മാസ്റ്റേഴ്സിലേക്ക് നമ്മൾ പോയത് അങ്ങോട്ട് കൊണ്ട് വിളിക്കുന്നത് നമ്മുടെ ഡയറക്ടർ സാർ ആലോചിച്ചിട്ടാകുന്നത്. അതോടൊപ്പം നമ്മുടെ സഹപ്രവർത്തകയായ എലീന, എല്ലാവർക്കും നല്ല അമൃത ടിവിക്കും എല്ലാവർക്കും എൻ്റെ നന്ദി ഇടപാട് അറിയിക്കണം. കലാഭവൻമണി സേവന സമിതിയുടെ നിറവ് 2025 അടുത്ത പുരസ്കാരം സ്വീകരിക്കുന്നത് സിനിമാ പുരസ്കാരം നൽകുന്നത് ആറ്റിങ്ങലിന്റെ പ്രിയപ്പെട്ട എംഎൽഎ ശ്രീമതി OS അംബിക അവർക്കാണ്. Thank you. Happy New Year. Okay. ഒരു 10 പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം നടത്തി കൊടുത്തൊരു സന്തോഷമായിരുന്നു നിങ്ങളെ മുഖത്ത്. ഇത്രയും നേരം നിങ്ങൾക്ക് പലർക്കും കയ്യിലേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ കൂവ കണ്ട് ആത്മഹത്യ വേണ്ടി വരും. ഒരുപാട് സന്തോഷം. ഒരു പുതുവർഷം നമ്മൾ പിറക്കുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ആ വർഷം ആരംഭിക്കണം എന്നാഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. അപ്പോൾ അത്തരത്തിൽ ഇരിക്കുമ്പോൾ ഈ 1-ാം തീയതി മനുഷ്യരുടെ പേരിൽ ഒരു അവാർഡ് അല്ലെങ്കിൽ ഒരു ഫലകം വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് വലിയ സന്തോഷമാണ്. അതിന് തരാൻ മനസ്സിലാക്കിച്ച ഇതിന്റെ മുന്നിലും പിന്നിലും ഒക്കെ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ജനിച്ചേട്ടൻ ഒപ്പം അജിലേട്ടൻ എല്ലാവരും വർഷങ്ങളായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. ഒരുപാട് സന്തോഷം. ഒപ്പം ഇത് മേടിക്കാൻ തൊട്ടുമുന്നേ അനീസാറിന് വന്നതുപോലെ ഇതിന് കാരണക്കാരനായത് അനുജനാണ് കോമഡി മാസ്റ്റേഴ്സ്. എനിക്ക് തോന്നുന്നു എന്നെ 2024 എനിക്ക് കിട്ടിയ ഒരുപാട് സന്തോഷങ്ങളിൽ ഒന്നാണ് കോമഡി മാസ്റ്റേഴ്സിലേക്കുള്ള എൻ്റെ ഒരു വരവ് അല്ലെങ്കിൽ അവിടെ എനിക്ക് ഒരു ഇരിപ്പിടം കിട്ടിയത്. അപ്പോൾ അതിനെ അനുജന് ഒരുപാട് നന്ദി. അത് പിന്നെ അനീസാറിന് പറഞ്ഞ പോലെ അനീസാറിനെ എടുത്തെന്ന് പറയുന്നതിന് കാരണമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അനീസാറിന് പറഞ്ഞതുപോലെ എലീന നമുക്ക് അവിടെ തരുന്ന സപ്പോർട്ട് വളരെ വലുതാണ്. ഇവന് ഞാൻ വർഷങ്ങളായിട്ട് കൊടുത്ത സപ്പോർട്ട് അത് ജസ്റ്റ് ഒരു നിമിഷം ഈ സ്റ്റേജിൽ നിന്ന് മറന്നുപോയി. ഇവിടുന്ന് അനുജനും എലീനയ്ക്ക് നന്ദി പറഞ്ഞിട്ട് തൊട്ടടുത്തിരുന്നത് ഇവനെ ഇന്ന് അവന് വീഴുന്നത് അടിയിട്ടല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞാൻ സ്റ്റേജിൽ തന്നെ എനിക്ക് നന്ദി പറഞ്ഞു. പക്ഷെ നിനക്ക് ഇനി ഞാൻ പോണ എല്ലാ സ്ഥലത്തും നീ ഇല്ലാത്തപ്പോൾ നിനക്ക് നന്ദി പറയും. അതാണ് ഞാൻ ചുമ്മാ പറഞ്ഞിട്ടാണ്. ഞാനും അനീസാറിനെ കൊണ്ടുവന്ന് നന്ദി പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു പാത്രത്തിൽ ഒരു പാത്രത്തിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞ പോലെ വർഷങ്ങളോളം ഒരു റൂമിൽ താമസിച്ച് വളർന്ന് വന്ന ആൾക്കാരാണ് വളർന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഒരിക്കൽ കൂടി അവാർഡ് മേടിച്ച എല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ. ഒരുപാട് അവാർഡ് കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് ഇവർക്കൊക്കെ എന്തെങ്കിലും അംഗീകാരം കിട്ടണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് പേർക്ക് ഈ വേദിയിൽ അവാർഡ് കിട്ടുന്നത് എന്നപ്പോൾ തന്നെ വലിയ സന്തോഷമാണ്. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഒപ്പം ദൈവനാമത്തിന്റെ പേര് വളരെ വിശ്വാസം. ഇനിയിപ്പോൾ അല്ലെങ്കിൽ അവാർഡ് കയറിയിട്ട് ഇതുപോലെ തന്നെ അനീസാറിനെ പറഞ്ഞു. അപ്പോൾ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത ബട്ടർഫ്ലൈസ് എന്ന പ്രോഗ്രാമിന്റെ അവതരണത്തിലൂടെ ശ്രദ്ധേയം. നിരവധി ജനപ്രിയ ടെലിവിഷൻ പ്രോഗ്രാമുകളുടെ അവതാരം. 2005 കേരള സ്റ്റേറ്റ് അവാർഡ് മികച്ച അവതാരകൻ, ടെലിവിഷൻ ക്രിട്ടിക്സ് അവാർഡ്, തിക്കുറിശി ഫൗണ്ടേഷൻ അവാർഡ്, ഒട്ടനവധി പുരസ്കാരങ്ങൾ അർഹയായി. സൂര്യ ടി, കിരൺ ടി, ഏഷ്യാനെറ്റ് പ്ലസ്, മഴവിൽ മറവ്, പർവേഷ് ടി, അമൃത ടി, ACV പ്രോഗ്രാമുകളിൽ നിറസാന്നിധ്യം. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത ഭാര്യ സീരിയലിൽ നായകവേഷം. ഏഷ്യാനെറ്റ് ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ പ്രവേശ് ടി മാസ്റ്റർ, മഴവിൽ മറവിൽ കോമഡി സർക്കം, അമൃത ടി, കോമഡി മാസ്റ്റേഴ്സ്, അങ്ങനെ ഒട്ടനവധി ടെലിവിഷൻ പ്രോഗ്രാമുകൾ. കലാഭവൻമണി സേവന സമിതി ദേശീയ മാധ്യമ പുരസ്കാരം 2025 മികച്ച കോമഡി പ്രോഗ്രാമിന്റെ അവതാരം പുരസ്കാരം സ്വീകരിക്കുന്നതിലേക്ക് പഠിക്കുന്നത് നിറവ് 2025 അവാർഡ് നേടിയ വേദിയിലേക്ക് സ്നേഹസ്വാഗതം.
യെസ് പറഞ്ഞു. അയ്യോ ഞാനിതിൽ ആദ്യമായിട്ടോ, എനിക്കറിയില്ല, നിങ്ങൾ വർത്താനം പറഞ്ഞു. കുറേ കാലത്തിന് കല്യാണത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് തോന്നുന്നു ഇത്ര ആൾക്കാരെ ഒരുമിച്ച് കാണുന്നത്. അപ്പോൾ മണിച്ചേട്ടൻ്റെ പേരിലുള്ള അവാർഡ് ബെസ്റ്റ് ആങ്കറിനുള്ളതാണ് ലഭിച്ചത്. കോമഡി ഷോ ആയ കോമഡി മാസ്റ്റേഴ്സ് എന്ന പ്രോഗ്രാമാണ് ഇപ്പോൾ ഞാൻ അമൃത ടി വിയിൽ ചെയ്യുന്നത്. അപ്പോൾ അതിലെ ബെസ്റ്റ് ആങ്കറായിട്ടാണ് എനിക്ക് ലഭിച്ചത്. ഒരുപാട് സന്തോഷമുണ്ട്. കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഷോ എന്ന് പറയുന്നത് അമൃത ടി വിയിൽ ഏകദേശം ഒരു 4 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഷോ ആണ്. അതിൻ്റെ ഒരു ഇടയ്ക്ക് വെച്ചാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പം ജോയിൻ ചെയ്തതിന് ശേഷം അമൃത ടി വിക്കും കോമഡി മാസ്റ്റേഴ്സിനും കൊടുക്കുന്ന ഫസ്റ്റ് ഒരു അവാർഡാണിത്. അപ്പോൾ അതിന് ഒരുപാട് സന്തോഷമുണ്ട്. അമൃത ടി വിയോടും ഞങ്ങളുടെ പ്രൊഡ്യൂസർ അനുജേട്ടനോടും നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിൻ്റെ ഫുൾ ടീമിനോടും അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുന്നു. ബിക്കോസ് എന്നെ ഭയങ്കര ഫ്രീ ആയിട്ടാണ്, അത് ഒന്നും പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല. എൻ്റെ ഐഡിയയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഭയങ്കര ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഷോ ആണ്. അപ്പോൾ അതുകൊണ്ട് അതായിരിക്കാം ഒരുപക്ഷെ അവർക്കും ഇഷ്ടപ്പെട്ടത്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു അവാർഡ് എന്നും നെഞ്ചിൽ സൂക്ഷിക്കും. അപ്പം മണിച്ചേട്ടൻ്റെ അവാർഡ് ലഭിച്ചതിൽ ഇത് ഫസ്റ്റ് അവാർഡാണ് മണിച്ചേട്ടൻ്റെ പേരിലുള്ളത്. ഒരുപാട് സന്തോഷം. ഞാൻ ചെയ്തിട്ടുണ്ട്. ഫ്ലവേഴ്സിൽ സ്മാർട്ട് ഷോ എന്ന് പറയുന്ന ഷോ മണിച്ചേട്ടനുമായിട്ട് അസോസിയേറ്റ് ചെയ്തായിരുന്നു. ഞാൻ ഇപ്പോൾ കുറച്ച് മുമ്പ് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മണിച്ചേട്ടൻ ആ ഷോ വന്ന് ചെയ്തതിന് ശേഷം അറിയാമല്ലോ സ്മാർട്ട് ഷോ എന്ന് പറയുന്ന ഷോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മണിച്ചേട്ടൻ പറഞ്ഞു പാടിയിലൊരിക്കൽ വരണം, നിങ്ങളെല്ലാവരും ഈ ക്രൂ മെമ്പേഴ്സായിട്ട് വന്നിട്ട് ഒരു ഷോ. എനിക്ക് തോന്നുന്നു അത് ഏതൊരു ഓണം സ്പെഷ്യൽ വന്ന് ചെയ്യണം എന്നായിരുന്നു പുള്ളിക്കാരനെ റിക്വസ്റ്റ് ചെയ്തത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് നടക്കാതെ പോയൊരു സ്വപ്നവും എനിക്ക് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു ഷോ ആണ്. അപ്പം സ്മാർട്ട് ഷോ ആണ് ഞാൻ ലാസ്റ്റായിട്ട് മണിച്ചേട്ടനായിട്ട് ചെയ്തത്. ഞാനും SKനും മണിച്ചേട്ടനും കൂടെ ഉള്ളൊരു ഷോ ആയിരുന്നു. ഒന്നുമില്ല, ഞാനിപ്പോൾ അമൃത ടി വിയിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഏതെങ്കിലും പുതിയ രീതിയിലുള്ള എന്തെങ്കിലും ഷോ വരുവാണെങ്കിൽ ഏറ്റെടുത്താൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. ബിക്കോസ് ഇപ്പോൾ എല്ലാം ഒരേ പാറ്റേണുള്ള ഷോ ആണ്. അപ്പോൾ എന്തെങ്കിലും പുതിയത് വരുവാണെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഏറ്റെടുക്കും. പക്ഷേ ആസ് ഓഫ് നൗ ഇപ്പോൾ അമൃത ടി വിയിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. എല്ലാവരും കാണാൻ പറ്റില്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ രാവിലെ തൊട്ട് രാത്രി വരെ ഫുൾ ആക്റ്റീവാണ് എല്ലാവരുമായിട്ട്. ഞങ്ങളുടെ സീസണിലൊരു എല്ലാവരുമായിട്ടും അതെ, അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ളൊരു ഗ്രൂപ്പും ഉണ്ട്. അപ്പം പറ്റുന്ന സമയത്തൊക്കെ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഓൾ റൈറ്റ്, ബൈ. ബാക്കിലോട്ട് ഇറങ്ങി ചോദിക്കാം, നല്ല നോയ്സ് ആയിരിക്കും.